الحمد لله حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തും അവ പരമാവധി ജീവിതത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കാനും ആദ്യമായി മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിനെ എത്ര കണ്ട് നമ്മൾ അടുത്തറിയുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ വിശ്വാസം സുദൃഢമാവുകയും നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ദുനിയവിയും ഉഖറവിയുമായ ജീവിതത്തിൽ നമുക്ക് സമാധാനവും സുരക്ഷിതത്വവും കൈവരിക്കാനാകും എന്ന ഖുർആനിന്റെ അധ്യാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജനങ്ങൾ വഴിതെറ്റിപ്പോകാനുള്ള പ്രധാന കാരണം അല്ലാഹു ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് പറ്റിയ വിവരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിലുടനീളം അല്ലാഹു ആരാണ് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ മഹത്വവും അവന്റെ കഴിവുകളും കൃത്യമായി ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. എന്നാൽ അത് മനസ്സിലാക്കാത്ത മനുഷ്യരെ കുറിച്ച് അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ പരിഗണിക്കേണ്ട വിധം അവർ പരിഗണിക്കുന്നില്ല. ആരാണ് അല്ലാഹ് എന്നാണ് അവർ വിചാരിച്ചത്. വൽ അർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഭൂമി ഒന്നാകെ അവന്റെ കൈപ്പിടിയിൽ അവൻ ഒതുക്കുന്നതാണ്. ഭൂമി ഒന്നാകെ അന്ത്യദിനത്തിൽ കൈപ്പിടിയിൽ ഒതുക്കുന്നവനാണെന്നാണ്. വാനലോകങ്ങളെല്ലാം അവന്റെ വലതുകൈയിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുമെന്ന്. സുബ്ഹാനഹു, അവൻ പരമപരിശുദ്ധനാകുന്നു. വതആല, അവൻ പരമോന്നതനാകുന്നു. അമ്മാ യുശ്രികൂൻ, അല്ലാഹുവിൽ അവർ പങ്കുചേർക്കുന്ന പങ്കുകാരിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ള എല്ലാ ശക്തികളെയും സൃഷ്ടിച്ചൊരുക്കിയവനാണ്.
ഇങ്ങനെ ഈ പ്രപഞ്ചത്തെയും ഭൂമിയെയും സൗകര്യപ്പെടുത്തിയത് നമുക്ക് വേണ്ടിയാണ്. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ. നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമി അവൻ എന്തൊക്കെ സംവിധാനിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പക്ഷെ ആ മനുഷ്യൻ സ്രഷ്ടാവായ അല്ലാഹുവിനെ കൃത്യമായി കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. സൃഷ്ടിപ്പിന്റെ മഹത്വമാണ് അതിൽ വിശദീകരിച്ചത്. പരമോന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ നീ വാഴ്ത്തുക, പ്രകീർത്തിക്കുക, പരിശുദ്ധപ്പെടുത്തുക. അല്ലദീ ഖലഖ, അവൻ സൃഷ്ടികർമ്മം നിർവഹിച്ചവനാകുന്നു. ഫസവ്വ, അങ്ങനെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് വ്യവസ്ഥപ്പെടുത്തിയവനാകുന്നു അവൻ. വല്ലദീ ഖദ്ദറ, ഓരോ സൃഷ്ടിക്കും വേണ്ടതെല്ലാം നിർണയിച്ചു നൽകിയവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫഹദ, അങ്ങനെ ഓരോന്നിനും അതിന്റെ തനതായ പ്രകൃതിയെ ഒരുക്കി കൊടുക്കുകയും ചെയ്തവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചുറ്റും ഈ ഭൂമിയുടെ അവകാശികളായി ഒരുപാട് ജീവികളും ജന്തുക്കളും പക്ഷികളും ജലാശയ ജീവികളും ഒക്കെയുണ്ട്. അതൊക്കെ നമുക്ക് വേണ്ടിയാണ് അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിട്ടുള്ളത് എന്ന് പറയുന്നു. അതുകൊണ്ട് സ്രഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ഖുർആൻ അടിക്കടി നമ്മെ ഉണർത്തുകയാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഹാറൂൻ അലൈഹിസ്സലാം തങ്ങളുടെ പ്രബോധന ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഫിർഔൻ നമ്മളെ ചോദ്യം ചെയ്ത കാര്യം സൂറത്ത് വഹയിൽ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, വമൻ റബ്ബുകുമാ യാ മൂസ, മൂസേ നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബാരാണ്. മൂസനെ വിളിച്ച് രണ്ടുപേരോട് ആണ് ചോദ്യം. ആ സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ വസ്തുക്കൾക്കും എല്ലാറ്റിനും ജീവനുള്ളതും അചേതനവുമായ എല്ലാ അല്ലാഹുവിന്റെ സൃഷ്ടികൾക്കും സൃഷ്ടിപ്പ് നൽകുകയും അവക്കൊക്കെ തനതായ പ്രകൃതി നിർണയിച്ചു നൽകുകയും ചെയ്തവനാകുന്നു എന്റെ റബ്ബ് എന്നാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനോട് പറഞ്ഞത്. നമുക്ക് നിങ്ങൾ ഓരോ ജീവജന്തുക്കളെയും കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. നമ്മൾ അവരുടെയൊക്കെ ഗുണങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ചാണ് ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടുന്നത്. എത്രയെത്ര ജന്തുജീവജാലങ്ങളാണ് ഈ ഭൂമിയിൽ കടലിലും കരയിലുമായി കൂടാനുകൂടി. തിട്ടപ്പെടുത്താനാവാത്ത അത്രയും മനുഷ്യർ എത്രയുണ്ട് എന്ന് ഏകദേശം നമ്മളിപ്പോ എത്ര കോടി മനുഷ്യരുണ്ട് എന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയും. നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്തൊരുക്കിയിട്ടുള്ള ജീവജാലങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് ഒരിക്കലും ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത അത്രയാണ്. മഹാസമുദ്രങ്ങളിൽ ഏകകോശ ജീവി മുതൽ ഭീമാകാരനായ നീലത്തമിംഗലം വരെയുള്ള അതുപോലെയുള്ള വലിയ വലിയ ജീവികളും ചെറുജീവികളും, ഇങ്ങനെയുള്ള ഒട്ടനവധി ജീവികളുടെ ആവാസ സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. നമ്മൾ കഴിക്കുന്ന മത്സ്യവർഗങ്ങൾ തന്നെ 20,000-ത്തിലധികമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതൊക്കെ ഏകദേശം ഒരു കണക്കാണ് പറയാൻ വേണ്ടി. മഹാസമുദ്രത്തെ കുറിച്ച് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്, വഹുവല്ലദീ സഖറൽ ബഹറ ലിതഅകുലൂ മിൻഹു ലഹ്മൻ തുരിയൻ വതസ്തഖ്രിജൂന മിൻഹു ഹില്യതൻ തൽബസൂനഹാ. അല്ലാഹുവാണ് മഹാസമുദ്രങ്ങളെ മനുഷ്യരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ.
എന്തിനു വേണ്ടിയെന്നോ ലിതഅകുലൂ മിൻഹു ലഹ്മൻ തരിയ, നിങ്ങൾക്ക് ഫ്രഷ് മാംസം അതിൽ നിന്ന് കഴിക്കാൻ വേണ്ടി. മത്സ്യത്തെ കുറിച്ച് ലഹം ത്വരി എന്നാണ് ഖുർആന്റെ പ്രയോഗം. പുതുമാംസം, ഫ്രഷായ മാംസം നിങ്ങൾക്ക് തിന്നാൽ കടലിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ആഭരണമായി അണിയാനുള്ള നല്ല മുത്തുകളും മറ്റുമൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ വേണ്ടി. കടലിനടിയിൽ ഇതുപോലെയുള്ള വലിയ വിലപിടിപ്പുള്ള മനുഷ്യന് ആഭരണമായി ഉപയോഗിക്കാൻ കഴിയുന്ന മുത്തുകളെ പോലെയുള്ളവയുണ്ട് എന്ന് ഖുർആൻ നേരത്തെ പറഞ്ഞു വെച്ചു. 6-ാം നൂറ്റാണ്ടിൽ മനുഷ്യരതൊക്കെ കണ്ടെത്തി ഇത്ര കഴിഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമുക്ക് വേണ്ടി ഈ ഭൂമി അല്ലാഹു എന്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരുക്കി വെച്ച റബ്ബിനെ നിങ്ങൾ ഇതിലൂടെയൊക്കെ തന്നെ കണ്ടെത്തണമെന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മത്സ്യങ്ങൾക്ക് തന്നെ ജലാശയങ്ങളിൽ ജീവിക്കാൻ അതിനാവശ്യമായ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയുടെ സൃഷ്ടിപ്പിൽ തന്നെ നൽകി. മാത്രവുമല്ല, ഇതൊക്കെ പ്രകൃതിയുടെ പ്രകൃതിയാണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ വെറുതെ അത് തള്ളിവിടാൻ നമുക്ക് കഴിയും? ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് കഴിയും? ഇതിന്റെ പിന്നിൽ ആരുണ്ട്? ഒരു സംരക്ഷകനുണ്ട്, ഒരു റബ്ബുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യമാണ് ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കേണ്ടത്. മാത്രമല്ല, മനുഷ്യർ അവരുടെ ഭക്ഷണത്തിന് ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് ശരിക്കും സമുദ്രം എന്നുള്ളത്. നമ്മൾ പലപ്പോൾ നമ്മുടെ ഭക്ഷണത്തെ കുറിച്ചൊക്കെ ആശങ്കപ്പെടുന്നു. ഭക്ഷ്യക്ഷാമം അത് വരുന്നുണ്ട്, കരുതിക്കൊള്ളണം എന്നൊക്കെയുള്ള സംഗതികൾ മനുഷ്യന്മാർ എത്ര പെറ്റു പെരുകി. ഇവിടെ കേരളത്തിൽ തന്നെ ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ചുരുങ്ങുന്നൊന്നുമില്ലല്ലോ. ആരും പേടിച്ചിട്ടും കാര്യമില്ല, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ കുറച്ച് ആളുകൾ കേരളത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അറബിക്കടലിൽ മത്തിയുണ്ട്, അയിലയുണ്ട്, മറ്റു മീനുകളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ളത്. ആളുകൾ പെരുകുന്നെന്ന് കരുതി ഇത് പറയുന്നുണ്ടോ? അതനുസരിച്ചുണ്ടാകുന്നു. എത്ര മനുഷ്യന്മാരുണ്ടാകുന്നു അത്ര മനുഷ്യർക്കും ജീവിക്കാനുള്ള വിഭവങ്ങൾ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് മനുഷ്യൻ ആലോചിക്കുന്നില്ലേ എന്നതാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ നല്ല ആസൂത്രണ വൈഭവമുള്ള ഒരു മഹാശക്തിയുടെ നിയന്ത്രണമുണ്ട് എന്ന് കാണാനാണ് മനുഷ്യന് കഴിയേണ്ടത്. അതിനെ പഠിച്ച ബുദ്ധി കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു റബ്ബിനെ നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന്റെ കൂടെ നിങ്ങളോടൊപ്പമുള്ള, നിങ്ങളുടെ ജീവനാടിയേക്കാൾ നിങ്ങളോട് സമീപസ്ഥനായ ഈ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തരുന്ന ഒരു രക്ഷിതാവ്, ഒരു റബ്ബ്, ഒരു സഖാവ്, അവനിൽ നിങ്ങൾ വിശ്വസിക്കുകയും അവനെ നിങ്ങൾ അംഗീകരിക്കുകയും അവന് നൽകിയുള്ള എല്ലാ മഹത്വവും നിങ്ങൾ നൽകുകയും ചെയ്യണമെന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് അല്ലാഹു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള വേദപുസ്തകമാണ്. ഇനി ഓരോരോ ജീവവർഗങ്ങളും ഇതൊരു ചെറിയ കുത്തുബയിൽ ഇങ്ങനെ പറഞ്ഞു തീർക്കേണ്ട കാര്യമില്ല. ഖുർആൻ ഓതുമ്പോഴൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരും. ഖുർആനിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചിന്തയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഈ ലോകത്ത് 86,000-ഓളം പക്ഷി വർഗങ്ങളുണ്ട്. മനുഷ്യൻ കണ്ടെത്തിയതാണ്. അതിലപ്പം പറയുന്നത് പക്ഷികളുടെ തൂവലുകളും അവയുടെ അസ്ഥി സംവിധാനവും അവരുടെ സൃഷ്ടിഘടനയും പറക്കാനുള്ള കഴിവും പക്ഷികളുടെ ടേക്ക് ഓഫും ലാൻഡിങ്ങും കണ്ടിട്ടാണ് മനുഷ്യന് ആകാശത്തിൽ ഇങ്ങനെ പറക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് ആലോചിച്ച് അവര് പറക്കാൻ തുടങ്ങിയത്. അങ്ങനെ വിമാനങ്ങളൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളവിടെ ജീപ്പ് വയ്ക്കുമ്പോ ഇടയ്ക്കൊക്കെ മേപ്പോട്ട് നോക്കണം. നിങ്ങൾ കാണുന്നില്ലേ, അവലം യറൂ ഇലത്വൈരി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിലന മാ യുംസികുന ഇല്ലാ റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അവരുടെ മുകളിലേക്കൊന്നും അവർ തിരിഞ്ഞു നോക്കുന്നില്ലേ? അണിയണിയായി
പറന്നു പോകുന്ന, നിരനിരയായി പറന്നു പോകുന്ന പക്ഷിക്കൂട്ടങ്ങളെ അവയെ പറക്കുന്ന സമയത്ത് പിടിച്ചു നിർത്തുന്നവരാരാണ്? പരമകാരുണികനായ റബ്ബല്ലാതെ അവയെ ആകാശലോകത്ത് പിടിച്ചു നിർത്തുന്നില്ല. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ, അതും പല വേഗതയിൽ സഞ്ചരിച്ച് ദേശാടന പക്ഷികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പക്ഷിക്കൂട്ടങ്ങൾ പറന്ന് കേരളക്കരയിലെ കടലുണ്ടിയിലും അതേപോലുള്ള സ്ഥലത്തൊക്കെ വന്ന് മുട്ടയിട്ട് തിരിച്ചിട്ട് പോകുന്നുണ്ട്. അവിടുന്ന് ടേക്ക് ഓഫ് തുടങ്ങിയാൽ പിന്നെ ലാൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. എവിടുന്നും അവ ഇന്ധനം നടക്കുന്നില്ല, വേറൊരു ഏരിയയിലും അവർ പോയി ലാൻഡ് ചെയ്യുന്നില്ല. ആരെയാണ് അവർ പിടിച്ചു നിർത്തുന്നത്? ആരാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള, നമ്മൾ കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഈ ജീവിവർഗങ്ങളെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനും കാണുന്നവനുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നോക്കൂ, നിങ്ങൾ പാർപ്പിടങ്ങൾ ഉണ്ടാക്കുന്ന, കൂടുകൾ നിർമ്മിക്കുന്ന പക്ഷികൾ, അത് വലിയ അത്ഭുതമാണ്. പാർപ്പിട നിർമ്മാണത്തിലുള്ള പക്ഷികളുടെ വൈദഗ്ധ്യത്തെ കുറിച്ച് അതൊരു വലിയ എഞ്ചിനീയറിംഗ് ആണ്. ഒരു തള്ളപ്പക്ഷി ഇത്ര മുട്ടയിടും എന്ന് ഒരു ആൺപക്ഷിക്കറിയാം. ആൺപക്ഷിയാണ് മെയിനായിട്ട് ചില പക്ഷി വർഗങ്ങളിൽ കൂടൊരുക്കാൻ മുന്നിട്ട് വരുന്നത്. മുട്ടയ്ക്ക് ആ എണ്ണത്തിനനുസരിച്ച് ഉള്ള കുഴികൾ കൂട്ടിൽ അവർ ഒരുക്കുന്നു, കാറ്റത്താടി മുട്ടകൾ പൊട്ടാതിരിക്കാൻ. ഇങ്ങനെയുള്ള ഒരു ബോധം ഈ പക്ഷികൾക്ക് നൽകിയതാണ്. അതൊക്കെ പൊട്ടിത്തെറിയിൽ ബിഗ് ബാങ് ഉണ്ടായി, അതുണ്ടായി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടെത്തേണ്ടത് എന്നാണ് ഖുർആൻ പറയുന്നത്. അന്ധമായി നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയോ അല്ലാഹുവിനെ അംഗീകരിക്കുകയോ ചെയ്യേണ്ടതില്ല. ഖുർആൻ ഇങ്ങനെ നമുക്ക് മുന്നിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അൽ-അൻആം എന്നൊരു അധ്യായത്തിലുണ്ട് നാൽക്കാലികൾ. മനുഷ്യരുടെ സമ്പദ്ഘടനയിൽ നാൽക്കാലികൾ എന്നുള്ളത് അതൊരു വലിയ ഘടകം തന്നെയാണ്. ഇപ്പോഴും ഇങ്ങനെയുള്ള കാലികളെ വളർത്തുന്ന ഫാമുകൾ, അത് ഒട്ടകങ്ങളാണെങ്കിലും ഏത് ഇനത്തിലുള്ളതാണെങ്കിലും മനുഷ്യന്റെ സമ്പത്തിനെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്. നാൽക്കാലികളിലൂടെ മനുഷ്യർക്ക് ഒരുപാട് ഉപകാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അതിനെ കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹു പറയുന്നു, ഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ. നാൽക്കാലികളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ടെന്ന് അല്ലാഹു പറയുന്നു. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ. അവയുടെ വയറ്റിലുള്ള പാല് നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. വലക്കും ഫീഹാ മനാഫിഉ കസീറ. ഒരുപാട് ഉപകാരങ്ങൾ വേറെയും നിങ്ങൾക്കുണ്ട്. മനുഷ്യൻ വീടുണ്ടാക്കുന്നു, അവർക്ക് ടെന്റിന് വേണ്ടി, അവർക്ക് വസ്ത്രം ഉണ്ടാക്കുന്നു, അങ്ങനെ പലതും അവരുടെ കൃഷിയിലും അവരുടെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അല്ലാഹു പറയുന്ന അവയിലൂടെ നിങ്ങൾക്ക് ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. കുടിക്കുന്ന ആളുകൾക്ക് നല്ല പോഷകവും നൽകുന്ന പാലിനെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നു. പാൽ എന്നുള്ളത് ഒരു ദൈവിക ദൃഷ്ടാന്തമായി ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പാലിനെ കുറിച്ചാ പോലെ ഇതും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ കുടിക്കുന്ന ഓരോ ഗ്ലാസ് പാലിലും അല്ലാഹുവിന്റെ മഹത്വമുണ്ട് മനുഷ്യ എന്ന ബോധ്യപ്പെടുത്തലാണ് ഈ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. തേനിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, തേനീച്ചയെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഒരു സൂറയുടെ പേര് തന്നെ സൂറ അൻ-നഹൽ, തേനീച്ച എന്ന്. തേനീച്ചയും പ്രാണികളിലെ എഞ്ചിനീയർ എന്നാണ് തേനീച്ചയെ കുറിച്ച് പറയുന്നത്. അത്ര വിദഗ്ധമായ ഒരു കൂടുണ്ടാക്കുന്നു. തനിക്കാവശ്യമായ പൂമ്പൊടിയും പൂന്തേനും അത് ശേഖരിച്ചു കൊണ്ടുവരുന്നു. കിലോമീറ്ററുകൾ അകലെ സഞ്ചരിച്ചാലും അവ ശേഖരിച്ച് കൂട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു. പ്രത്യേകമായ ഒരു ആകൃതിയിലാണ് അവരുടെ സഞ്ചാരം. ഇതൊക്കെ മനുഷ്യൻ പിന്നീട് കണ്ടുപിടിച്ചത്. അല്ലാഹു കുറെ മുമ്പ് പറഞ്ഞു,
وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون. നിന്റെ റബ്ബ് തേനീച്ചക്ക് ബോധനം നൽകി. അലിത്തഖിദി, അല്ലയോ പെണ്ണീച്ചേ നീ കൂടുണ്ടാക്കണം. അപ്പൊ നോക്കൂ നിങ്ങൾ, തേനീച്ചകളിലെ ജോലി വിഭജനം വരെ ഖുർആൻ കൂടെ പറഞ്ഞു തരുന്നു. തേനീച്ചകളിൽ പെണ്ണീച്ചയാണ് കൂടുണ്ടാക്കുന്നത്. ആണീച്ചകൾ പുതിയാപ്പിളാരായി അവർ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. മറ്റു പണിയും എടുക്കുന്നതെല്ലാം തന്നെ പെണ്ണീച്ചകളാണ്. അലിത്തഖിദി മിനൽ ജിബാലി, പർവ്വത ശിഖരങ്ങളിൽ ബിയൂത്ത, വീടുകൾ നിർമ്മിക്കണം. വമിനശ് ശജരി, മരങ്ങളിലും. വമിമ്മാ യഅ്രിശൂൻ, ആ മനുഷ്യർ പന്തലിട്ടുണ്ടാക്കുന്ന പന്തലുകളിലൊക്കെ നീ പോയി കൂടുകൂട്ടിക്കോ. അങ്ങനെ തേനിനെ കുറിച്ച് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഒരു സിദ്ധൌഷധമായ തേൻ നിങ്ങൾക്ക് ആ ഈച്ചകൾ സംഭരിച്ചു നൽകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നോക്കൂ നിങ്ങൾ, ഉറുമ്പുകളുടെ രോഗത്തെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. ഉറുമ്പ് നിസ്സാരമായ ജീവിയായിട്ടാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറ അൻ-നംൽ എന്നൊരു അധ്യായമുണ്ട്. ഉറുമ്പുകളുടെ സംസാരം, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം കേട്ട സംഭവം ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. സുലൈമാനും സൈന്യങ്ങളും വരുന്നുണ്ട്. ഉറുമ്പിൻ കൂട്ടമേ, നിങ്ങൾ നിങ്ങളുടെ താവളങ്ങളിലേക്ക് ഒളിച്ചുകൊള്ളുക, അല്ലെങ്കിൽ അവനും അവന്റെ സൈന്യവും നിങ്ങളെ ചവിട്ടി നിരത്തിക്കളയും എന്ന് പറയുന്നു. ഇത് കേട്ട സുലൈമാൻ അലൈഹിസ്സലാം ചിരിക്കുന്നത്. കാരണം എന്താ? ഇതുപോലുള്ള ജീവികളുടെയും പക്ഷികളുടെയും സംസാര ഭാഷ പഠിപ്പിച്ചു കൊടുത്തിരുന്നു അല്ലാഹു ഒരു മുഅ്ജിസത്ത് എന്ന നിലയ്ക്ക്. ഇതൊക്കെ എന്തിനാണ് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്? ഈ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ ഈ ഭൂമിയുടെ അവകാശികളായി ഒരുപാട് ജീവികളുണ്ട്. ചെറുജീവികളുണ്ട്, വലിയ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പറവകളുണ്ട്, ജലാശയ ജീവികളുണ്ട്. അവരൊക്കെ ആരാണെന്നോ? നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങളാണ് ഖുർആൻ പറയുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് വലാ ത്വായിറുൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ഈ ഭൂമിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ജീവിയും ഒരു ജന്തുവും തന്റെ രണ്ട് ചിറക് കൊണ്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു പക്ഷിയും ഇല്ലാ ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ മാത്രമാകുന്നു. ഏതെങ്കിലും ഒരു രൂപത്തിൽ സാമൂഹ്യ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം. ആരാണ് ഈ ജീവികൾക്കൊക്കെ ഈ പ്രത്യേകമായ കഴിവുകൾ കൊടുത്തത്, നൽകിയത് എന്ന ചോദ്യമാണ് ഇവിടെ ജീവിക്കുന്ന മനുഷ്യരായ നമ്മുടെ മനോമുഖരങ്ങളിൽ ഉയർന്നു പൊങ്ങേണ്ടത്. അതിന്റെ ഉത്തരമാണ് ഇതിന്റെ പിന്നിലൊക്കെ ഇതെല്ലാം നിയന്ത്രിക്കുന്നവനായ ഒരു അല്ലാഹു ഉണ്ട് എന്നുള്ളത്. പക്ഷേ അല്ലാഹുവിനെ അവർ കണക്കാക്കേണ്ട വിധത്തിൽ, പരിഗണിക്കേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യരെ? ഈ അല്ലാഹുവിന് നൽകേണ്ട ഗാംഭീര്യവും പദവിയും മഹത്വവും എന്തുകൊണ്ട് നിങ്ങൾ അവന് നൽകുന്നില്ല? അതുകൊണ്ട് തന്നെ സൃഷ്ടികളാണ് നമ്മളെല്ലാം, സ്രഷ്ടാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുവെന്നാണോ അവർ വിചാരിക്കുന്നത്? ശൂന്യതയിൽ നിന്ന് മുളച്ചു പൊങ്ങിയവരാണ് അവർ എന്നാണോ അവർ വിചാരിക്കുന്നത്? ഈ പ്രപഞ്ചവും മഹാസംവിധാനവും മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഈ ഒരുക്കങ്ങളും ഒക്കെ അല്ലാഹു നടത്തിയതല്ലേ? ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ലേ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടാവായ അല്ലാഹുവിനെ കണ്ടെത്തിക്കൊണ്ട് അവൻ റബ്ബാണ് എന്ന് അംഗീകരിക്കുക, അതാണ് തൗഹീദുൽ റുബൂബിയ്യ. അവന് മാത്രമാണ് ഇതെല്ലാം നടത്തിയിട്ടുള്ളത് എന്ന വിശ്വാസമാണ് അല്ലാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കേണ്ട
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെ, സൃഷ്ടിവൈഭവങ്ങളിലൂടെ അവന്റെ മഹത്വം മനസ്സിലാക്കി അവനോട് കൂടുതൽ അടുത്ത് നമ്മുടെ ഈമാനിനെ കൂടുതൽ ശക്തമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിധികൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിലവിലാണ്. ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുള്ള ത്യാഗത്തിൻ്റെയും അതേപോലെ തന്നെ കഷ്ടപ്പാടിൻ്റെയും ചരിത്രങ്ങൾ ഓർക്കാം. എന്തുകൊണ്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനും ജീവിതവും ബലിദാനം ചെയ്ത ഒരുപാട് മഹത്തുക്കൾ ഈ ഉമ്മത്തിൽ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അന്തസ്സോടുകൂടിയും ആത്മാഭിമാന ബോധത്തോടുകൂടിയും നമ്മൾ ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ജനാധിപത്യം, മതേതരത്വം, സ്വാതന്ത്ര്യം തുടങ്ങിയ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സുപ്രീം കോടതി തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാൻ ഫാസിസ്റ്റ് ശക്തികൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ ഈ സന്ദർഭത്തിൽ ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത് ഇത് നമ്മുടെ വ്യക്തിഗതവും അതേപോലെ തന്നെ നമ്മുടെ കുടുംബഗതവും സമഷ്ടിഗതവുമായ ബാധ്യതയായി കൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നാലും അതിനെയൊക്കെ യഥോചിതം നേരിടാനുള്ള വിശ്വാസത്തിന്റെ കരുത്താണ് വിശ്വാസികളായ നമ്മൾ നേടേണ്ടത്. പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ നയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്നീ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തട്ടിപ്പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായില്ല ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് നൽകിയതേ അവരെയും നിങ്ങളെയും ജന്നാത്തിൽ ഫിർദൗസ് വെച്ചു തരണമേ. നിങ്ങൾക്കിടയിലെ രോഗികൾ, രോഗത്തിന്റെ വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ അധികവും ശിഫയും ശമനവും ശാന്തിയും സൗഖ്യവും അവർക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർ, ഗസയിൽ, ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ അവർ പട്ടിണി കിടന്ന് യാതന അനുഭവിക്കുകയാണ്. ഇവിടെ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും റഹ്മാനെ നീ പരിഹാരമുണ്ടാക്കി അവരെ അതിൽ നിന്ന് കരകയറ്റണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.